പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഒരു കുഞ്ഞൊരു യാത്ര പോവാണ്. നമ്മുടെ ഇവിടെ അടുത്ത് പുള്ള് കോൾപ്പാട് എന്ന് പറയും. അവിടേക്കിനെ പോകുന്നത് നല്ല രസകരമായ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നിങ്ങളും കൂടി ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യാത്രയിലൂടെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് പോവാം. കുറുക്കഞ്ചേരി സെന്ററിലേക്കാണ് ആദ്യം തന്നെ എത്തുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ റൈറ്റിലേക്ക് തൃശ്ശൂര്, നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുന്നു. ലെഫ്റ്റിലേക്ക് കൊടുങ്ങല്ലൂര് ഇരിങ്ങാലക്കുട റോഡ്. ഇതാണ് കുറുക്കഞ്ചേരി സെന്റർ എന്ന് പറയുന്ന ഭാഗം. അയ്യോ, കുറുക്കഞ്ചേരി അമ്പലം കാണിച്ചൊന്നുമില്ലല്ലോ. അമ്പലം വലതുവശത്തായിരുന്നു. തൃശ്ശൂർക്ക് പോണ വഴിയില് റൈറ്റില്. പിന്നെ നമ്മളിപ്പോ നേരെ കണിമംഗലം പാലക്കില് ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞ് 2.5 കിലോമീറ്റർ കഴിഞ്ഞ് പാലക്കില് ചെന്നിട്ട് നമ്മൾ റൈറ്റ് തിരിയും. പാലക്കില് സെന്റർ എത്താണ് കേട്ടോ. അത് റൈറ്റിലുള്ളത് പാലക്കില് പള്ളിന് കണ്ട. പാലക്കില് പള്ളി കഴിഞ്ഞിട്ട് നമ്മള് നേരെ തന്നെ പോണു. ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്കുള്ള വഴിയാണ് നമ്മള് പോണ വഴിട്ടാ. നമ്മള് പാലക്കിൽ നിന്ന് റൈറ്റ് തിരിയാൻ പോണ കേട്ടാ. അത് അമ്മാടം, കോടന്നൂര്, ഇതിലൊക്കെ പെരിങ്ങോട്ടുകരിക്ക് പോവാം, തൃപ്രയാർക്ക് പോവാം. നമ്മള് വെങ്ങണിശ്ശേരി കോടന്നൂർ റോഡിലേക്ക് തിരിഞ്ഞു കേട്ടാ. അമ്മാടം ഇതില് വെങ്ങണിശ്ശേരി സെന്റർ കേട്ടാ. ഇതിന്റെ നേരെ പോണത് നമുക്ക് കോടന്നൂര് വഴിക്ക് പോവാം, ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് അമ്മാടം വഴി. ഇതാണ് അമ്മാടം സെന്റർ കേട്ടാ. ഇവിടെ ഒരു വലിയൊരു പള്ളിയുണ്ട്, ഒരു പഴയ ഒരു പള്ളിയുണ്ട്. അതിപ്പോ പുതുക്കി പണിതു. ആ പള്ളി ലെഫ്റ്റ് സൈഡിലുള്ള പള്ളിയാണ്. പുത്തമ്പള്ളിയുടെ മോഡലില് പണിതു എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളത്. പുത്തമ്പള്ളിയെ കണ്ടാ പള്ളി കണ്ടാ, ഗംഭീരമായ പള്ളിയല്ലേ. ഈ പള്ളിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന് മുന്നിലൊരു ഗ്രൗണ്ട് ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട്. അത് ആ റൈറ്റ് സൈഡിലൊരു സ്കൂള്. ഈ സ്കൂളിലാണ് എൻ്റെ അമ്മ പഠിച്ചത്. എൻ്റെ അമ്മയുടെ വീട് അടുത്താ, വെങ്ങണിശ്ശേരി. നമ്മള് നേരെ കാണുന്നതാണ് പയങ്കല അമ്പലം കേട്ടാ. ഇവിടെ പയങ്കഭരണി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ആനയും പൂരം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പയങ്കല അമ്പലം കഴിഞ്ഞു. ഇനി നമ്മള് പള്ളിപ്പുറം എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ സ്ഥലത്തിന്റെ പേര്. പള്ളിപ്പുറം. ഇവിടെ ആന്റി ഉണ്ട്, പിന്നെ അമ്മയുടെ കുറെ ബന്ധുക്കളുണ്ട്. അമ്മയുടെ പാലക്കില് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെങ്ങണിശ്ശേരി, അമ്മാടം, കോടന്നൂര്, പള്ളിപ്പുറം കംപ്ലീറ്റ് അമ്മയുടെ ബന്ധുക്കൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക. കോൾപ്പാടത്തേക്കാണ്ട് കടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പൊ അതൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കണം. 2 വശം വെള്ളം. ഇത് പ്രളയം വന്ന ടൈമിൽ നന്നായി മുങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സമയത്ത് ചില സമയങ്ങളിൽ നല്ല മഴയുണ്ട്. അപ്പൊ ഈ റോഡിലൂടെ ഒരു അടിക്ക് വെള്ളമൊക്കെ ഉണ്ടാവും. ഒരടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒരടിക്ക് വെള്ളം വന്നിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്നൊക്കെ ആളുകള് അപ്പുറത്തും മീൻ പിടിച്ചിട്ട് ഈ വഴിയിലൊക്കെ വിൽക്കാനായിട്ട് നിൽക്കും. അത് നോക്കി നോക്കാം, അവിടെ മീനൊക്കെ ഉണ്ടാവുന്നിട്ടാ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ നേരെ കാണുന്ന വളവ് എത്തുമ്പോ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവിടെ മീൻ കച്ചവടമുള്ള സ്ഥലമായിരുന്നു. പില്ല ഇവിടെ നമുക്ക് പോവാം, നേരെ തന്നെ പോവാം. ചായ കാപ്പി ആൾക്കാരൊന്നും കാണാനില്ല. ആൾക്കാരും ഇല്ല. അത് കൊറേ നാള് മുമ്പ് പൂട്ടിപ്പോയിട്ടുള്ള സ്ഥലം. ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു സംഗതിയാണ് ഈ ഒരു കള്ള് ഷാപ്പ്. പുള്ളിലത്തെ കള്ള് ഷാപ്പ് കണ്ട. ഈ റൈറ്റ് സൈഡിലുള്ളത് ഷാപ്പ് കറികൾക്ക് പേര് കേട്ടിട്ടുള്ള സ്ഥലമാണെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. എന്റെ പിന്നില് കാണുന്നതാണ് പുള്ളിലത്തെ കള്ള് ഷാപ്പ് ഇട്ടാ. ജഗും സരിതയും വന്നില്ലേ, അവര് കാറിലിരുന്നു. അവർക്ക് അതൊന്നും കാണാൻ താല്പര്യമില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ കള്ള് ഷാപ്പ് വെറുതെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ശരിയാവില്ല. നല്ല ഭയങ്കര വിശാലമായ ഷാപ്പാട്ടാ. ഇവിടെ കുറെ കറികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഫേമസ്. ഇതിന് ഇവിടുത്തെ കറികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് 11 മണിക്ക് 11:30ക്കാണ് 11:30 തുടങ്ങാം. 8 മണിയാകുമ്പോൾ തുടങ്ങും. 11:30 എല്ലാ കറികളും ആവും. ഇനി ഇവിടുത്തെ സൗകര്യങ്ങള് ഇപ്പൊ ആളുകളൊന്നും ഇല്ല.
പിന്നെ കുറെ ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒക്കെ പേര് നോക്കിയ തിലോത്തമ, പിന്നെ ഇത് രംബ, മേനക, ഗംഭീരമായ പേരുകളിട്ട് കൊടുത്തിട്ടാ. നമ്മള് റൈറ്റിലേക്ക് തിരിക്കും. നേരെ പെരിങ്ങോട്ടുകര തൃപ്രയാർ എവിടേക്കൊക്കെ പോകട്ടോ. നമ്മള് റൈറ്റിലേക്ക് തിരിക്കുകയാണ്, പുള്ളിലേക്ക്. മഞ്ജുവാര് വീടിന്റെ അടുത്ത ആലാണിത്. മഞ്ജുവാര് വീട് ഏതാ? മഞ്ജുവാര് വീട് ആ അമ്പലം കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് വീട്. ജഗ് പറയാ മഞ്ജുവാര് വീട്ടിൽ പോയാലോന്ന്. ഇവിടെ ആലുണ്ട്, കണ്ട വലിയൊരു ആല് കണ്ട. ഇതിന്റെ ഈ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തെ വീടാണ് മഞ്ജുവാര് വീട്. ഇതാണ് വീടിന്റെ പേര്. ഇതാണ് വീട് കേട്ടാ. ചാഴൂര് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. വണ്ടി നിർത്തി. മനസ്സിന് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യൂട്ടാ ഇവിടെ തന്നെ സരിത. ഭയങ്കര രസം, നല്ല കാറ്റ്, ഇളം കാറ്റ്. വീടിന്റെ വെള്ളത്തിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഫാമിലിനെ കണ്ടു. ഇവര് വണ്ടി നിർത്തി, ഇവര് തൃശ്ശൂർക്ക് പോണ വഴിയാ. വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കണ്ടപ്പോ ഇവിടെ ഇറങ്ങി വന്നു. പഴുവിലിന്റെ വീട് ദുബായിലാണ്, ഞങ്ങള് പഴുവില താമസം. അപ്പൊ ഇവരെ കണ്ടാല് ഭയങ്കര സന്തോഷം. ഇവര് തിരിച്ചറിഞ്ഞ് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഓടി വന്നു പറയുന്നത് തന്നെ ഭയങ്കര രസം. ഇവിടെ കുറെ തട്ടുകടകളുണ്ട് കേട്ടാ. തട്ടുകടകളിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടാ. വെള്ളം നോക്കി സുഖമായിട്ടിരിക്കാം. ഇവിടെ എന്തൊരു മെയിനായിട്ടുള്ള സാധനങ്ങളെ കൊള്ളി, ബീഫ്, ബോട്ടി, ലിവർ, താറാവ്, ദോശ, ഉത്തപ്പം, മുട്ട ദോശ. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുന്ന ടൈം? ഇവിടെ ശനി ഞായറൊക്കെ ഉണ്ടാവും. ഇപ്പൊ കർക്കിടകം മോശമാണ്. ഇവിടെ ഈ കാറ്റ് കൊള്ളാനും ഇതൊക്കെ കാണാനായിട്ട് ഫാമിലികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടാ. ഇവിടെ തിരക്ക് കുറവാത്ര ഇന്ന്. ഫുൾ ജാർ സോഡയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല നല്ല ഓളങ്ങൾ അല്ലേ? ഇഷ്ടായ പൂവ്? ഈ ചെടിയുടെ പേര് പറഞ്ഞമ്മ. ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനും ഇതിന് കാറ്റ് കൊള്ളാനൊക്കെ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ആളുകൾക്ക്. ഇത് വെറുതെ രണ്ട് സൈഡും ഇങ്ങനെ പുല്ല് കാട് പിടിച്ച് കിടക്കണ്. നമുക്ക് അങ്ങോട്ട് അവിടെ നിലത്താണ്ട് ഇരിക്കാൻ പറ്റില്ല. കുറച്ച് സമയം ഇരിക്കണമെങ്കിൽ ഇരിക്കാനായിട്ട് തട്ടുകടകളാണോ ഉള്ളു. തട്ടുകടകളിൽ ഇരിക്കാം. അപ്പൊ ഭക്ഷണം കഴിച്ച് അങ്ങനെ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വന്ന് ഇരിക്കാനായിട്ട് അങ്ങനെ ചാരു ബെഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നന്നായിരിക്കും. സമയം 6:45 സമയം. ഇരുട്ടി തുടങ്ങി ചെറുതായിട്ട്. ഇവിടെ ഈ ഒരു ഏരിയയില് നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയില് സൈഡിലത്തെ കാടും പടലൊക്കെ വെടുപ്പാക്കി നമുക്ക് ഇങ്ങനെ നടക്കാനായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഇതിവിടെ പാലം കാണണ്ട, ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാറളം പഞ്ചായത്താണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ചാടൂർ പഞ്ചായത്താണുണ്ട്. ഇവിടെ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ചാരു ബെഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ. എന്നാലും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഈ കാല് കണ്ടിട്ട് ഇരുന്നിട്ടേ മീൻ പിടിക്കാം. കാല് കണ്ടിട്ട് ഇരുന്നിട്ട് മീൻ പിടിക്കാം.
ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാൻ ഭയങ്കര രസമാണ്. ഇരിക്കാട്ടാ, ഇവിടെ ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ പുല്ലിലൊക്കെ ഇരിക്കാം. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാം, ശരി കാറ്റും കൊണ്ടിരിക്കാം. ഞാൻ കുറച്ച് പാവങ്ങൾ കാണിച്ചു തരുന്ന അത് വേണ ശൃംഗാരം വേണ്ട 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 നവരസങ്ങള് ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, എല്ലാവരും പോലെ ശാന്തം. എല്ലാവരും പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 3-4 രസങ്ങൾ വേറെയുണ്ട്. ഭാവങ്ങള് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ പോവും. ഇങ്ങനെ പോയിട്ട് പിന്നെ വീട്ടിൽ എന്നിട്ട് സരിത ഒരു പാട്ട് ഇല്ലാട്ടാ. പാട്ട് പാടണം. പാട്ട് നമുക്ക് ഈ ഇങ്ങനെ ഈ ഇതുകള് കാണിക്കില്ലേ, എന്നിട്ട് പറയാ ഈ സ്ഥലങ്ങൾ കാണിക്കണേ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പോലെ ഇങ്ങനെ കുറച്ച് കൊടുത്താ മതി. ഇഷ്ടപ്പെടും. കൊറേ പാട്ടുകളെ പാടാൻ പറ്റില്ല, ഒക്കെ കോപ്പിറൈറ്റാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂ മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ, അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ, ആധരതലപൂടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂ മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ.